എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടുവിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഏത് കോഴ്സ് എടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു കാര്യം തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ. കാരണം ഇനി നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കോഴ്സുകളെ കുറിച്ചിട്ടും അലോട്ട്മെൻറ്റ്സിനെ കുറിച്ചിട്ടും ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ചോദിക്കാനുള്ളത് BSc നഴ്സിംഗിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. നമുക്കിപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് BSc നഴ്സിംഗിൻ്റെ കാര്യമുള്ളത്. കാരണം കേരളത്തിൽ എൻട്രൻസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കാരണം എന്നാൽ നമുക്ക് എൻട്രൻസ് വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ എൻട്രൻസിൻ്റെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരേണ്ട ഒരു ടൈമായി. പക്ഷേ ഇതുവരെ ആയിട്ടും അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ BSc നഴ്സിംഗിൻ്റെ ഒരു കാര്യം ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ്. BSc നഴ്സിംഗ് അല്ലാതെ പാരാമെഡിക്കലിൻ്റെ കേസ് വരികയാണെങ്കിൽ പാരാമെഡിക്കൽ നമുക്ക് പ്ലസ് ടുവിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അഡ്മിഷൻസ് എടുക്കുന്നത്. LBS അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന അലോട്ട്മെൻറ്റ് വഴിയാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് എടുക്കുന്നത്. നഴ്സിംഗിൻ്റെ ആണെങ്കിലും ഇപ്പോൾ എൻട്രൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു LBS അലോട്ട്മെൻറ്റ് വഴി തന്നെ ആയിരിക്കും നഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റും അഡ്മിഷൻസ് എടുക്കുന്നത്. ഇപ്പോൾ നഴ്സിംഗിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മാനേജ്മെൻറ്റ് അസോസിയേഷൻ. ഇപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ അവിടെ ഗവൺമെൻറ് കോളേജുകളുണ്ട്, പ്രൈവറ്റ് കോളേജുകളുണ്ട്. അതായത് മാനേജ്മെൻറ്റ് സീറ്റുകളുണ്ട്, മെറിറ്റ് സീറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിൽ കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് വഴി, അതായത് PNC MAC, AMCS, FNCK, CPAS, SPMA ഇങ്ങനെയുള്ള ഒരുപാട് മാനേജ്മെൻറ്റ് അലോട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ വർഷം ആ അലോട്ട്മെൻറ്റ്സ് ഒന്നും കാണത്തില്ല. കാരണം ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ഒന്നും ഈ വർഷം അലോട്ട്മെൻറ്റ് എടുക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വർഷം നഴ്സിംഗിൻ്റെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു രീതിയിലായിരിക്കും അലോട്ട്മെൻറ്റ് വരിക. കാരണം അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ഒന്നും അലോട്ട്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓരോ കോളേജിലും പോയിട്ട് സെപ്പറേറ്റ് നമ്മൾ അലോട്ട്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് നമുക്ക് അപ്ഡേഷൻസ് വരാത്തത് കാരണമാണ് നഴ്സിംഗിൻ്റെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പാരാമെഡിക്കലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ LBS അലോട്ട്മെൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എത്രത്തോളം മാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെല്ലാം കോഴ്സുകളാണ് പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ പറയാനുള്ളത് LBS അലോട്ട്മെൻറ്റ് നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടത് LBS അലോട്ട്മെൻറ്റ് എല്ലാവരും അപ്ലൈ ചെയ്യുക. കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകളിലേക്ക് എസ്പെഷ്യലി BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് നടത്തപ്പെടുന്ന അലോട്ട്മെൻറ്റ് ആണ് LBS അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഡിഗ്രി അലോട്ട്മെൻറ്റ്സ് ഉണ്ട്, ഡിപ്ലോമ അലോട്ട്മെൻറ്റ് ഉണ്ട്. രണ്ടും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു എല്ലാവരും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. റിസൾട്ട് വരട്ടെ, അതിനുശേഷം കൂടുതൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഓരോ കോഴ്സ് കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ കമൻസിൽ നിങ്ങൾക്ക് ഏത് കോഴ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം, അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ കൂടുതൽ ഏതൊക്കെ കോഴ്സുകളെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഏത് കോഴ്സാണ് BSc നഴ്സിംഗ് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാലും കൂടുതൽ കുട്ടികൾക്ക് എന്തെങ്കിലും BSc നഴ്സിങ്ങിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. പാരാമെഡിക്കലിൻ്റെ കേസ് ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് താല്പര്യമുള്ള കോഴ്സുകൾ ഇതുപോലെ ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് ഇടുക. അപ്പോൾ കൂടുതൽ പോൾസ് വരുന്ന കോഴ്സ് ആദ്യം തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഈ വർഷത്തെ കരിയർ ഹെൽപ്സിൻ്റെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് അതിനകത്ത് ആഡ് ആവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പുതിയ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസും എല്ലാം ആ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പാണ്. നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. പൈസയോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ട് തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഈ വീഡിയോക്ക് പുറമെ ഒരുപാട് കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് എന്താണ് LBS അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് ഏതെല്ലാം കോഴ്സുകൾ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടേക്ക് കെയർ.